Hi everybody, Advanced English Language Skills for Commerce and Management, AEC 2, Semester 2. So today in this paper we are going to discuss the chapter Forrest Gump. This is a film by Robert Zemeckis. റോബർട്ട് സെമിക്സ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു അമേരിക്കൻ ഫിലിം മേക്കറാണ്, സ്ക്രീൻ റൈറ്ററാണ്, പ്രൊഡ്യൂസറാണ്. സോ അദ്ദേഹത്തിൻ്റെ ഒരു മൂവിയാണ് ഫോറസ്റ്റ് ഗംപ് എന്ന് പറയുന്നത്. ഈ ഒരു മൂവിയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നോക്കാം. ഫോറസ്റ്റ് ഗംപ് ഈസ് ദ സ്റ്റോറി ഓഫ് എ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ് മാൻ നെയ്മഡ് ഫോറസ്റ്റ് ഗംപ്. സോ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഗംപ് എന്ന പേരുള്ള ഒരു സിമ്പിളായ ഒരു കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കഥയാണ്. ഹി ഗ്രോസ് അപ്പ് ഇൻ ഗ്രീൻബോ, അലബാമയിലെ ഗ്രീൻബോയിലാണ് അദ്ദേഹം വളർന്നതെല്ലാം. വിത്ത് ഹിസ് ലവിങ് മദർ, അദ്ദേഹത്തിനൊരു സ്നേഹനിധിയായൊരു അമ്മയുണ്ട്. ആസ് എ ചൈൽഡ്, ഫോറസ്റ്റ് ഹാസ് എ ലോ IQ ആൻഡ് വെയർസ് ലെഗ് ബ്രേസസ്. അപ്പോൾ ഒരു കുട്ടിയായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ IQ ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ലെഗ് ബ്രേസസ് ഇട്ടിരുന്നു, കാലിൽ ലെഗ് ബ്രേസസ് ഇട്ടിരുന്നു. അപ്പോൾ ഇവിടെ ഈ ലെഗ് ബ്രേസസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലിന് ഒരു ചെറിയ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആ കാലിന് സപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ലെഗ് ബ്രേസസ് കൊണ്ട്. ഡിസ്പൈറ്റ് ദീസ് ചാലഞ്ചസ്, ഹിസ് മദർ ഓൾവേസ് എൻകറേജസ് ഹിം ആൻഡ് ടീച്ചസ് ഹിം ദാറ്റ് ഹി ഈസ് ജസ്റ്റ് ആസ് വാല്യുബിൾ ആസ് എനിവൺ എൽസ്. പക്ഷെ തനിക്ക് ഇങ്ങനത്തെ ഒരു കുറവുണ്ട്, തൻ്റെ മോന് ഇങ്ങനത്തെ ഒരു കുറവുണ്ട് എന്നുള്ള രീതിയിലല്ല അമ്മ അവനെ വളർത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ അവനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓൺ ഹിസ് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ, ഇവൻ്റെ ആദ്യത്തെ സ്കൂൾ ഡേ അന്ന് ഫോറസ്റ്റ് മീറ്റ്സ് ജെന്നി കറൻ, ഹു ബിക്കംസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ഹിസ് ലൈഫ്. ഇപ്പോൾ ജെന്നി എന്ന് പറയുന്ന ഒരാളെ സ്കൂൾ ബസ്സിൽ വെച്ച് പരിചയപ്പെടുന്നു, ബെസ്റ്റ് ഫ്രണ്ടായി മാറുകയും പിന്നീട് ലൈഫിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു പേഴ്സണായിട്ട് മാറുകയും ചെയ്തു എന്ന് പറയുകയാണ്. ഫോറസ്റ്റ് ഈസ് ഓഫൺ ബുള്ളീഡ് ബൈ അതർ ചിൽഡ്രൻ. എപ്പോഴും മറ്റുള്ള കുട്ടികൾ ഇവനെ കളിയാക്കുമായിരുന്നു. ബട്ട് വൺ ഡേ ഹീ ഡിസ്കവേഴ്സ് ദാറ്റ് ഹീ ക്യാൻ റൺ വെരി ഫാസ്റ്റ്. പക്ഷെ തനിക്ക് വളരെ വേഗതയിൽ ഓടാൻ കഴിയും എന്നുള്ളതൊരു മൊമെൻറ്റിൽ അവൻ തിരിച്ചറിയാണ്. ഹിസ് റണ്ണിങ് എബിലിറ്റി, അതായത് നല്ല രീതിയിൽ ഓടാനുള്ളൊരു കഴിവുണ്ട് എന്നുള്ളത് അവൻ തിരിച്ചറിയാണ്. ഹിസ് റണ്ണിങ് എബിലിറ്റി ഹെൽപ്സ് ഹിം ബിക്കം എ സക്സസ്ഫുൾ ഫുട്ബോൾ പ്ലെയർ ആൻഡ് ഏൺ എ സ്കോളർഷിപ്പ് ടു ദ യൂണിവേഴ്സിറ്റി ഓഫ് അലബാമ. അപ്പോൾ അവൻ്റെ ഈ ഒരു കഴിവ് അവനെ ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ സക്സസ്ഫുൾ ആയുള്ള ഒരു ഫുട്ബോൾ പ്ലെയറായിട്ട് അവൻ മാറുകയും അതിൻ്റെ സ്കോളർഷിപ്പ് കിട്ടുകയും ചെയ്യുകയാണ്. സ്കോളർഷിപ്പ് ടു ദ യൂണിവേഴ്സിറ്റി ഓഫ് അലബാമ. ആഫ്റ്റർ കോളേജ്, ഫോറസ്റ്റ് ജോയിൻസ് ദ US ആർമി. ഇപ്പോൾ കോളേജ് പഠനത്തിനൊക്കെ ശേഷം, അപ്പോൾ ഈ പറയുന്ന പോലെ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടി, ഹയർ സ്റ്റഡീസിനൊക്കെ പോയി കോളേജ് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം US ആർമിയിൽ ജോയിൻ ചെയ്യുന്നു. ആൻഡ് ഈസ് സെൻഡ് ടു വിയറ്റ്നാം. അങ്ങനെ വിയറ്റ്നാമിലേക്ക് പോവുകയാണ്. ദർ ഹി ബിക്കംസ് ഫ്രണ്ട്സ് വിത്ത് ബുബ ബ്ലൂ. അവിടെ രണ്ട് സുഹൃത്തുക്കൾ കിട്ടുകയാണ്. ഒന്ന് ബുബ ബ്ലൂ, ഹു ഡ്രീംസ് ഓഫ് സ്റ്റാർട്ടിങ് എ ഷ്രിമ്പ് ബിസിനസ്. അദ്ദേഹത്തിന് ഒരു ഷ്രിമ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ലെഫ്റ്റനൻറ്റ് ഡാൻ, അതുപോലെ തന്നെ മറ്റൊരാൾ ലെഫ്റ്റനൻറ്റ് ഡാൻ, ഹീസ് കമാൻഡിങ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ കമാൻഡിങ് ഓഫീസറായ ലെഫ്റ്റനൻറ്റ് ഡാൻ. അപ്പോൾ ബുബ ബ്ലൂ അതുപോലെ തന്നെ ലെഫ്റ്റനൻറ്റ് ഡാൻ എന്നീ രണ്ട് പേരെ അദ്ദേഹം പരിചയപ്പെടുന്നു, ഫ്രണ്ട്സ് ആവുന്നു. ഓക്കെ. ആൻഡ് ഡ്യൂറിങ് ദ വാർ, യുദ്ധസമയത്ത് ബുബ ഈസ് കിൽഡ്. ബുബ കൊല ചെയ്യപ്പെടുകയാണ്, അതായത് പിന്നെ പട്ടാളക്കാരാൽ കൊല്ലപ്പെടുന്നു. ആൻഡ് ഫോറസ്റ്റ് ബ്രേവ്ലി സേവ്സ് മെനി സോൾജിയേഴ്സ് ഇൻക്ലൂഡിങ് ലെഫ്റ്റനൻറ്റ് ഡാൻ. അപ്പോൾ ഒരു യുദ്ധത്തിൽ ബുബ മരണപ്പെടുകയാണ്. പക്ഷേ ഫോറസ്റ്റ് ഒരുപാട് സോൾജിയേഴ്സിൻ്റെ ജീവൻ അദ്ദേഹം രക്ഷിക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ബുബയുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഈ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ലെഫ്റ്റനൻറ്റ് ഡാനും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ജീവൻ രക്ഷിച്ചു. ഫോർ ഹിസ് കൊറേജ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യത്തിന് ഹി റിസീവ്സ് ദ മെഡൽ ഓഫ് ഹോണർ. അദ്ദേഹത്തിന് ആർമിയിൽ നിന്നും ഒരു മെഡൽ ഓഫ് ഹോണർ അദ്ദേഹത്തിന് കിട്ടുകയാണ്.
വൈൽ റിക്കവറിങ് ഫ്രം ഹീസ് ഇഞ്ചുറീസ്. അപ്പോൾ ഒരുപാട് ഇഞ്ചുറീസൊക്കെ ആ ഒരു യുദ്ധസമയത്ത് അദ്ദേഹത്തിനുണ്ടായി. അതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് വരുന്ന സമയത്ത് ഫോറസ്റ്റ് ലേൺസ് ടു പ്ലേ ടേബിൾ ടെന്നീസ് കളിക്കാൻ പഠിച്ചു. ആൻഡ് ബിക്കംസ് എ നാഷണൽ ഹീറോ. എന്നിട്ടോ നാഷണൽ ഹീറോ ആയിട്ട് നാഷണൽ ലെവലിൽ കളിക്കാൻ തുടങ്ങി. ലേറ്റർ ഹി ഫുൾഫിൽസ് ബുബാസ് ഡ്രീം ബൈ സ്റ്റാർട്ടിങ് ദ ബുബ ഷ്രിംപ് കമ്പനി. പിന്നീട് അദ്ദേഹം ബുബയുടെ ഒരു ഡ്രീം ഉണ്ടായിരുന്നല്ലോ, അതായത് ഒരു ഷ്രിംപ് കമ്പനി തുടങ്ങുക, അതായത് ചെമ്മീൻ കമ്പനി തുടങ്ങുക എന്നുള്ളത്. ആ ഒരു ഡ്രീമിലേക്ക് ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്തു എന്ന് പറയുകയാണ്. ബുബ ഗംബ് ഷ്രിംപ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. With the help of Lieutenant Dan, the business becomes very successful and makes them wealthy. അപ്പോൾ ലെഫ്റ്റനൻറ്റ് ഡാൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ വച്ചുപിടിക്കുകയും നല്ല രീതിയിൽ ഒരു ഏർണിങ്സ് അല്ലെങ്കിൽ ഒരു സമ്പത്ത് അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുകയാണ്. ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഫോറസ്റ്റ് നെവർ സ്റ്റോപ്സ് ലവിങ് ജെന്നി. അപ്പോൾ ഈ ഒരു ലൈഫിൽ ഉടനീളം ഫോറസ്റ്റ് ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ജെന്നിയാണ്, തൻ്റെ പ്രിയതമ. However, Jenny struggles with many personal problems and often leaves him. പക്ഷെ ഒരുപാട് പേഴ്സണൽ പ്രോബ്ലംസ് കാരണം ജെന്നി ഇയാൾ വിട്ടു പോവുകയാണ്. ഫോറസ്റ്റ് മദർ ഡൈസ് ഓഫ് ക്യാൻസർ. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അമ്മ ക്യാൻസർ വന്ന് മരണപ്പെടുന്നുണ്ട്. വിച്ച് ഡീപ്ലി സാഡൻസ് ഹിം. അത് അദ്ദേഹത്തിനെ അതീവ ദുഃഖിതനാക്കുന്നു. After Jenny leaves him again, Forrest spends more than 3 years running across America, becoming famous once more. ഈ ജെന്നി അദ്ദേഹത്തിനെ വിട്ടുപോയതിന് ശേഷം ഫോറസ്റ്റ് അദ്ദേഹം ചെയ്യുന്നത് 3 വർഷത്തോളം സമയമെടുത്ത് അദ്ദേഹം അമേരിക്കയിലൂടെ ഓടുകയാണ്. കൂടുതൽ ഏരിയ കവർ ചെയ്തുകൊണ്ട് 3 വർഷ ടൈം പീരീഡിൽ ഓടി ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. അത് ഒരു പോപ്പുലർ ആവുകയാണ് അദ്ദേഹം. Eventually, Jenny contacts Forrest and introduces him to their son. ആ ഇടയ്ക്ക് ജെന്നി ഇദ്ദേഹത്തിനെ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യുകയും ഒരു മകൻ നമുക്കുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുകയാണ്. ഫോറസ്റ്റ് ഈസ് ഓവർജോയ്ഡ് ടു ലേൺ ദാറ്റ് ഹി ഈസ് എ ഫാദർ. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി, കാരണം താനൊരു അച്ഛനായല്ലോ എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമായി അദ്ദേഹത്തിന്. ഹി ആൻഡ് ജെന്നി ഗെറ്റ് മാരീഡ്. രണ്ടുപേരും കല്യാണം കഴിക്കുന്നു. ബട്ട് സാഡ്ലി ജെന്നി ഡൈസ് ഫ്രം എ സീരിയസ് ഇൽനെസ് ഷോർട്ട്ലി ആഫ്റ്റർ വാർഡ്. പക്ഷേ മാരേജ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വൈഫ് ജെന്നി ഒരു അസുഖം ബാധിച്ച് മരണപ്പെടുകയാണ്. വീണ്ടും അദ്ദേഹം ഒറ്റയ്ക്കായി. ഫോറസ്റ്റ് ദെൻ ഡിവോട്ട്സ് ഹിംസെൽഫ് ടു റൈസിങ് ദെയർ സൺ വിത്ത് ലവ് ആൻഡ് കെയർ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആകെയുള്ള അംബീഷൻ എന്ന് പറയുന്നത് തൻ്റെ മോനെ നല്ല രീതിയിൽ നോക്കി വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ തൻ്റെ ലൈഫ് മുഴുവനും അവന് വേണ്ടി സമർപ്പിച്ച് സ്നേഹവും കെയറും കൊടുത്ത് അവന് വേണ്ടി നിലകൊള്ളുന്ന ഒരു അച്ഛനായി അദ്ദേഹം മാറി. ദ ഫിലിം എക്സ്പ്ലോർസ് തീംസ് ഓഫ് ലവ്, ഫ്രണ്ട്ഷിപ്പ്, പെർസെവറൻസ്, ഡെസ്റ്റിനി ആൻഡ് ദി അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലേ, അൺപ്രഡിക്റ്റബിളാണ്. അപ്പോൾ ഒരുപാട് ചാലഞ്ചസ് നമ്മുടെ ലൈഫിലുണ്ടാവും. അതിനൊക്കെ നമ്മൾ ധൈര്യത്തോടു കൂടിയിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് നേരിടുക എന്ന് പറയുന്നൊരു മെസ്സേജ് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഫിലിം മുന്നോട്ട് വെച്ചു. Through his honesty, kindness and determination, Forrest overcomes many challenges and touches the lives of every around him. The movie became a huge success and is considered one of the greatest and most beloved films in American cinema. അപ്പോൾ ഈ ഒരു തീം മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ, ഈ ഒരു വലിയ മെസ്സേജ് മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് നല്ല രീതിയിലൊരു പോപ്പുലാരിറ്റി കിട്ടുകയും ഈ ഒരു സിനിമ അമേരിക്കയിലുള്ള ഏറ്റവും നല്ല ഒരു മൂവിയായിട്ട്, അതായത് ദ മൂവി ബിക്കേം എ ഹ്യൂജ് സക്സസ് ആൻഡ് ഈസ് കൺസിഡർഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ബിലൗഡ് ഫിലിംസ് ഇൻ അമേരിക്കൻ സിനിമ ആയിട്ട് അത് പിൽക്കാലത്ത് മാറുകയും ചെയ്തു. So students, hope you understood. Anyway, bye all. Thank you.